ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 32-ാം വാക്യം. നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം തുറന്നു പറയുകയാണ്. നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് കടന്നു പോകും. ഞാൻ ഒറ്റപ്പെട്ടു പോകും. 3 വർഷക്കാലം കൂടെ കൊണ്ട് നടന്നവരാ, എല്ലാ അത്ഭുതങ്ങളും കണ്ടവരാ. തന്റെ സ്വന്തമെന്ന് കരുതിയ എല്ലാവരും അവനെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈശോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, മറിച്ച് എൻ്റെ കൂടെ എൻ്റെ പിതാവുണ്ട്. എൻ്റെ ജീവിതത്തില് എന്നെ സഹായിക്കാനായിട്ട് പിതാവായ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം ഈശോയ്ക്കുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ഈശോ നമുക്ക് നൽകുമ്പോൾ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിലും നീ സ്വന്തമെന്ന് കരുതിയിരിക്കുന്ന എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുന്ന നിമിഷം വരും. ആരും നിന്റെ കൂടെ കാണത്തില്ല. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ ജീവിതത്തില് നിന്നെ ഉപേക്ഷിക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ദൈവം നിനക്കുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കണം. തമ്പുരാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും നിന്റെ ജീവിതത്തില് നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. കൂടെ നടക്കുന്ന ദൈവം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ടല്ലേ? അതേപോലെ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. എന്റെ ജീവിത പ്രതിസന്ധികളില് എന്നെ സഹായിക്കാനായിട്ട്, ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളില് എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശയിലേക്ക് പോവില്ല. സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യം നമുക്ക് ഏറ്റെടുക്കാം. കൂടെയുള്ള ദൈവത്തില് കൂടുതൽ ആശ്രയിക്കാനായിട്ട്, സന്തോഷത്തോടുകൂടി ഈ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട്, എപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.